كم حسنت لذة للمرء قاتلة من حيث لم يدر أن السم في الدسم. കം ഹസ്സനത്ത്, എത്രയാണ് ആ നഫ്സ് നന്നാക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലദ്ദത്തൻ, ആനന്ദത്തെ, ലിൽ മർഇ, മനുഷ്യന്, ഖാതിലത്തൻ, അവനെ കൊന്നുകളയുന്ന, മനുഷ്യനെ കൊന്നുകളയുന്ന ആനന്ദം, രസം, അത് ഉപയോഗിക്കാൻ, ആസ്വദിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആനന്ദങ്ങളെ ഭംഗിയുള്ളതാക്കി എത്രയാണ് നഫ്സ് കാണിച്ചു തരുന്നത്. മിൻ ഹൈസു ലം യദ്രി, മനുഷ്യൻ അറിയാതെ, അന്നസുമ്മ, നിശ്ചയമായും വിഷം, ഫിദ്ദസമി, കൊഴുപ്പിലുണ്ട് എന്ന യാഥാർത്ഥ്യം. കൊഴുപ്പിൽ വിഷമുണ്ട് എന്ന യാഥാർത്ഥ്യം അറിയാതെ ഭുജിക്കാൻ രസമുള്ള, ആനന്ദമുള്ള ഭക്ഷണത്തെ, അത് മനുഷ്യനെ കൊന്നുകളയുന്നതാണെങ്കിൽ പോലും തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന് നന്നാക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ ശരീരം, അവൻ്റെ ആത്മാവ്. ഹസ്സനത്ത്, നന്നാക്കി കാണിച്ചു. ലദ്ദത്ത്, ആനന്ദം, രസം. മർഇ, മനുഷ്യൻ. ഖാതിലത്തൻ, കൊന്നുകളയുന്നത്. ലദ്ദത്തൻ എന്നതിൻ്റെ വിശേഷണമാണ് ഖാതിലത്തൻ. ലദ്ദത്തൻ, ഖാതിലത്തൻ, മനുഷ്യനെ കൊന്നുകളയുന്ന രസത്തെ നന്നാക്കി കാണിച്ചു ശരീരം. ലിൽ മർഇ, മനുഷ്യന്. തിന്നാൻ നല്ല രസമുണ്ട്, അഭിരുചിയുണ്ട്, ആനന്ദമുണ്ട്. എന്നാലും മനുഷ്യൻ അതുപയോഗിക്കുമ്പോൾ ശാരീരികമായി, ആരോഗ്യപരമായി അവൻ ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തനിക്ക് തന്നെ അപകടകരമായിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ശരീരം നന്നാക്കി കാണിച്ചു തരുന്നുണ്ടല്ലോ. എത്രയാണങ്ങനെ ശരീരം മനുഷ്യനെ അപകടത്തിൽ കൊണ്ടുപോയി ചാടിച്ചുകൊണ്ടിരിക്കുന്നത്. മിൻ ഹൈസു ലം യദ്രി, അറിയാതെ. ലം യദ്രി, അറിയാതെ. അസുമ്മ് എന്ന് പറഞ്ഞാൽ വിഷം, ദസം, കൊഴുപ്പ്, നെയ്യ്, എണ്ണ എന്നൊക്കെ പറയും. നെയ്യ്, എണ്ണ, കൊഴുപ്പ്, ഇതൊക്കെ രസം നൽകുന്നതാണ് ഭക്ഷണത്തിന്, കഴിക്കാൻ രുചിയുണ്ടാവും. പക്ഷേ അതിൽ മനുഷ്യനെ മാരകമായ ചില ഘടകങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, വിഷാംശങ്ങൾ അതിലുണ്ട്. അത് അറിയാതെയും മനസ്സിലാക്കുകയും മനുഷ്യനെ തകർത്താക്കുന്നു. അങ്ങനെ ആനന്ദമുള്ളതാക്കി, രസമുള്ളതാക്കി ഇത്തരം ഭക്ഷണം മനുഷ്യന്റെ മുന്നിൽ അവൻ്റെ നഫ്സ് പരിചയപ്പെടുത്തുന്നു. നഫ്സ് അങ്ങനെ അവൻ്റെ അന്ധകനായി, ഘാതകനായി മാറുകയാണ്. ഇങ്ങനെ എത്ര സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ നഫ്സിൻ്റെ ഇച്ഛകൾ, മനുഷ്യന് നന്നായി കാണിച്ചു തരുന്ന കാര്യങ്ങൾ, ആനന്ദമുള്ളതായി തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ പുറകെ മനുഷ്യൻ പോയാൽ അവസാനം അതിൻ്റെ പരിണിതി ദുരന്തമായിരിക്കും, അപകടമായിരിക്കും. സൽക്കർമ്മമാണെങ്കിൽ പോലും ആ സൽക്കർമ്മം ഒരു കൊഴുപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം, വിലയിരുത്താം. ചിലപ്പോൾ അത് രസമുള്ളതായിട്ട് ചെയ്തുകൊണ്ടിരിക്കും കൂടുതലായി. എന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില വിഷങ്ങളുണ്ട്, റിയാദ്, ലോകമാന്യം പോലെയുള്ളത്. അപ്പം രണ്ട് നിലക്കുള്ള ഉപദേശം ഈ വരിയിൽ മഹാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ഭൗതികവും ആത്മീയവും. പലപ്പോഴും വായക്ക് സ്വാദിഷ്ടമായ ഭക്ഷണമാണ് നാം കഴിക്കാറുള്ളത്. അത് കഴിക്കാൻ വേണ്ടി നഫ്സ് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ അതിൽ മാരകമായ വിഷങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ ആരാധനയും അങ്ങനെ തന്നെയാണ്. ആരാധന ചെയ്യാൻ വേണ്ടി ആനന്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും ചിലപ്പോഴൊക്കെ ശരീരം. ആ ശരീരം അതിൻ്റെ പിന്നിൽ ലക്ഷ്യമാക്കുന്നത് നമ്മെ അപകടത്തിൽ കൊണ്ടെത്തിക്കാനാണ്, അഥവാ റിയായിലും ലോകമാന്യത്തിലും. ഈ രണ്ട് വിഷയത്തിലേക്കും ഈ വരിയിൽ സൂചനയുണ്ട്. കം ഹസ്സനത് ലദ്ദത്തൻ
ലിൽമർഇ ഖാതിലതൻ മിൻ ഹൈസു ലം യദ്രി അന്നസ്സുമ്മ ഫിദ്ദസമീ. കം ഹസ്സനത്ത് എത്രയാണ് ആ നഫ്സ് നന്നാക്കി കൊണ്ടിരിക്കുന്നത്, നന്നാക്കി കാണിച്ചത്. ലദ്ദത്തൻ ഖാതിലത്തൻ ലിൽമർഇ മനുഷ്യനെ കൊന്നുകളയുന്ന ആനന്ദത്തെ ആ മനുഷ്യന് നന്നാക്കി കാണിച്ചു കൊടുത്തു ആ നഫ്സ്. മിൻ ഹൈസു ലം യദ്രി ആ മനുഷ്യൻ അറിയാത്ത വിധം അന്നസ്സുമ്മ ഫിദ്ദസമി പാഷാണം കൊഴുപ്പിലുണ്ടെന്ന്, വിഷം കൊഴുപ്പിലുണ്ടെന്ന് അറിയാതെ. കഴിഞ്ഞ വരിക്ക് ഒരു തെളിവായിട്ടാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. 3 വരികൾ പരസ്പരം ബന്ധിതമാണ് ഇവിടെ. ഫസ്രിഫ് ഹവാഹ വഹാദിർ അൻ തുവല്ലിയഹു എന്ന് തുടങ്ങുന്ന വരി, തൊട്ടിപ്പുറത്തെ വരി വറായിഹാ ഫിൽ വഹിയ ഫിൽ അഅമാലി സായിമത്തുൻ, 3ാമത്തെ വരി കം ഹസനത്ത്. ഈ 3 വരികൾക്കും ഒരു പ്രാധാന്യമുണ്ട്. എല്ലാ ഫർള നിസ്കാരങ്ങൾക്കും ശേഷം ഇത് പതിവായിട്ട് 20 പ്രാവശ്യം ഒരാൾക്ക് ചെല്ലാൻ കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും രീതി അനുസരിച്ച് അവന് നന്നായി ജീവിക്കാനുള്ള തൗഫീക്ക് ലഭിക്കും. ഇച്ഛകളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും അല്ലാഹു അവന് നിർഭയത്വം നൽകും. കം ഹസ്സനത്ത് ലദ്ദത്തൻ ലിൽമർഇ ഖാതിലതൻ മിൻ ഹൈസു ലം യദ്രി അന്നസ്സുമ്മ ഫിദ്ദസമി വഖ്ശദ്ദസാഇസ മിൻ ജൂഇൻ വമിൻ ശിബഇ ഫറുബ്ബ മഖ്മസത്തിൻ ശർറും മിനത്തുഖമി. വഖ്ശദ്ദസാഇസ ഗോപ്യമായി കിടക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന ചതികളെ നീ സൂക്ഷിച്ചോ. മിൻ ജൂഇൻ വമിൻ ശിബഇൻ കഠിനമായ വിശപ്പിലും വയറ് നിറക്കുന്നതിലും, വിശപ്പിലും നിറഞ്ഞ വയറിലും ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ നീ സൂക്ഷിക്കണം. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കേണ്ട, വല്ലാതെ വിശക്കുകയും വേണ്ട. കുലു വഷ്റബു വലാ തുസ്രിഫു, ഭക്ഷിക്കണം കുടിക്കണം, അമിതമാകരുത്. കുടിക്കാതെയും ഭക്ഷിക്കാതെയും വിശപ്പിനെ അഡിക്റ്റായിട്ട് അടിമപ്പെടുത്തി നഫ്സിനെ അപകടപ്പെടുത്തരുത്. അമിതമായി തിന്നുകൊണ്ടും അമിതമായി കുടിച്ചുകൊണ്ടും നഫ്സിനെ കേടുവരുത്തരുത്. മിതത്വം പാലിക്കേണ്ടതാണ്. വഖ്ഷ നീ സൂക്ഷിക്കണം. അദ്ദസാഇസ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ. മിൻ ജൂഇൻ വമിൻ ശിബഇൻ വിശപ്പിനാലും വയറ് നിറക്കുന്നതിനാലും, അല്ലെങ്കിൽ വിശപ്പിലും വയറ് നിറക്കുന്നതിലും ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ സൂക്ഷിക്കണം. ഫറുബ്ബ മഖ്മസത്തിൻ എത്ര പട്ടിണികളാണ്, ശർറും മിനത്തുഖമി വയറ് നിറഞ്ഞ് ദഹനക്കേട് സംഭവിക്കുന്നതിനേക്കാൾ നാശമായിട്ടുള്ളത്. വിശപ്പിലും അപകടമുണ്ട്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആമാശയത്തിലുണ്ടാകുന്ന തകരാറാണ് തുഹം. അതിനേക്കാൾ ഗുരുതരമായ വിശപ്പും ഇവിടെയുണ്ട്. അപ്പോൾ വിശപ്പും മനുഷ്യന് അപകടകാരിയായിട്ട് വരും എന്നർത്ഥം. യഹ്ഷ ഖശിയത്ത് എന്നൊക്കെ പറയാറുണ്ടല്ലോ, നീ ഭയന്നോ പേടിച്ചോ. ദസായിസ് ദസീസത്തിന്റെ ബഹുവചനമാണ്. ദസായിസ് എന്ന് പറഞ്ഞാൽ നഫ്സ് ഒളിപ്പിച്ചു വെക്കുന്ന അപകടങ്ങൾ. ജൂഅ് വിശപ്പ്, ശിബഅ് വയറ് നിറയ്ക്കൽ, വയറ് നിറയൽ, നിറവയർ എന്നൊക്കെ പറയാം. റുബ്ബ റുബ്ബ എന്നാണ് എത്രയാണ്. മഹ്മസത്തിൻ പട്ടിണി, വിശപ്പ്. തുഹം തുഹ്മത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് തുഹം. തുഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആമാശയം നിറയുമ്പോൾ അവിടെ ഭക്ഷണം കേടുവരുന്ന അവസ്ഥക്കാണ് തുഹമത്ത് എന്ന് പറയാം. അതോ ദഹനക്കേട് എന്ന് വേണമെങ്കിൽ മൊത്തത്തിൽ അർത്ഥം പറയാം. അപ്പോൾ വിശപ്പാണെങ്കിലും വയറ് നിറയലാണെങ്കിലും അത് രണ്ടിലും ഗോപ്യമായിട്ടുള്ള അപകടങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് മിതമായി മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്ന ഉപദേശം. ഇനി ജൂഇന് മറ്റൊരർത്ഥം ഇവിടെയുണ്ട്. ആരാധനയിലെ വിശപ്പ്, അഥവാ തീരെ ആരാധന ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അതും അപകടകരമാണ്.
ശിബ എന്ന് പറഞ്ഞാൽ അമിതമായ ആരാധന. അത് കഴിഞ്ഞ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരാധനയിൽ മേയുമ്പോൾ രസാവഹമായി കണ്ടാൽ പിടിച്ചു നിർത്തണമെന്ന് പറഞ്ഞല്ലോ. അമിതമായ ആരാധന അത് വയറ് നിറഞ്ഞുകൊണ്ടുള്ള ആരാധന, അവിടെയും അപകടമുണ്ട്. മനുഷ്യനെ റിയായിലേക്കും ഉജുബിലേക്കും കൊണ്ടെത്തിച്ചെത്തിക്കും. ഏതായിരുന്നാലും ആരാധനയിൽ വിശപ്പുണ്ടാകാൻ പാടില്ല. ആരാധനയിൽ അമിതമായ വിശപ്പടക്കുന്ന വയറ് നിറക്കുന്ന പ്രക്രിയയും പാടില്ല. ഭക്ഷണം കഴിക്കാതെ ശരീരത്തെ വിശപ്പിച്ച് അപകടത്തിലേക്ക് കൊണ്ടു ചാടിക്കാനും പാടില്ല. ധാരാളം മൃഷ്ടാന്ന ഭോജനം നടത്തിയിട്ട് മനുഷ്യന്റെ നഫ്സിന് മടുപ്പും രോഗങ്ങളും വരുത്തി വെക്കാനും പാടില്ല. ഇങ്ങനെ രണ്ടു നിലക്കുള്ള ഭൗതിക ആത്മീയ ഉപദേശങ്ങളും അതിന്റെ ഉദാഹരണങ്ങളുമാണ് ഈ വരിയിൽ മഹാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ ഒരുപാട് സമയങ്ങൾ വേണ്ടിവരും, ഒരുപാട് കാര്യങ്ങൾ പറയാനുമുണ്ട്. പക്ഷെ നമ്മുടെ ലക്ഷ്യം ബുർദയുടെ ആശയവും അർത്ഥവും പഠിക്കലായതുകൊണ്ട് ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. വഖ്ശദ്ദസാഇസ മിൻ ജൂഇൻ വമിൻ ശിബഇൻ, വിശപ്പിലും നിറവയറിലും ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ നീ സൂക്ഷിക്കണം. ഫറുബ്ബ മഖ്മസത്തിൻ, എത്ര വിശപ്പുകളാണ്, ശർറുൻ മിനത് തുഹമി, ദഹനക്കേടിനേക്കാൾ അപകടകാരിയായിട്ടുള്ളത്. വഖ്ശദ്ദസാഇസ മിൻ ജൂഇൻ വമിൻ ശിബഇ ഫറുബ്ബ മഖ്മസത്തിൻ ശർറുൻ മിനത് തുഹമി. അതുകൊണ്ട് ഇബാദത്തിലാണെങ്കിലും മിതത്വം, ഭക്ഷണത്തിലാണെങ്കിലും മിതത്വം പാലിച്ചുകൊണ്ട് നഫ്സിന്റെ ആഗ്രഹങ്ങളെ കഴിഞ്ഞാനിട്ടോ എന്ന ഉപദേശം അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ.